ഗായ്സ്, എല്ലാവർക്കും ജൊഹാന വ്ളോഗ്സിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ ഞാനിന്ന് വന്നിട്ടുള്ളതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ കളക്ഷൻസ് ഓഫ് ടെഡി ബിയേഴ്സുമായിട്ടാണ്. അത് നിങ്ങൾ മൈൻഡ് ചെയ്യണ്ട, ഇത് ഞാൻ ഉണ്ടാക്കിയതാണ്. ചെറുതായിട്ടൊന്ന് വളപ്പി അത് മറിച്ചു ഈ കിഴികിരി എന്നുള്ള സൗണ്ട് കേൾക്കുന്നത് കാരണം അത് മറിച്ച് ഞാൻ പേപ്പർ കുത്തിക്കിട്ട് വെച്ചിരിക്കണം. ആ പനിയില്ല കോട്ടെ. ഇത് ക്യാറ്റ് സാധനം തന്നെയാണ്. പക്ഷേ അതിൽ ഞാനത് ടെഡി ബിയറിൻ്റെ കൂട്ടത്തിൽ ഇങ്ങനെ വെച്ച് ഇത് വെച്ചിട്ട് കളിക്കാറൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ ഞാൻ ഇതൊരു കളക്ഷൻസ് ഓഫ് ടെഡി ബിയർ ആക്കി വെച്ചു. ടെഡി ബിയർ അല്ല, ടോയ്സ് ആ ഒരു രീതിയിൽ അങ്ങ് വെച്ചു കൊടുത്തു. പിന്നെ അതായത് ഒരു ഹോഴ്സാണുള്ളത്. ഒരു ഹോഴ്സ് എന്ന് പറഞ്ഞാൽ നല്ല രസമുള്ളൊരു ഹോഴ്സ് തന്നെയാണ്. ഇങ്ങനെ ഞാൻ അതിൻ്റെ പുറത്ത് കയറിയിട്ട് ജമ്പ് ചെയ്ത് പോകുന്നതായിരിക്കും കേട്ടോ. പിന്നെ ഈ ഒരു ടെഡി ബിയർ ചോച്ചുവീറ്റ്. പിന്നെ ഈ ഒരു ബാർബിയുടെ ഈ ഒരു ഇതാണുള്ളത്. ഈ സാധനം ഫുൾ ടൈം ഇങ്ങനെ ഇരിക്കും. ഈ ഒരു ഹാഫ് ഇങ്ങനെ ആയിട്ട് വരുന്നതായിരിക്കും. കണ്ടോ നിങ്ങൾ ഇതുപോലെ ഇരിക്കും. അതെനിക്ക് ഒട്ടും ഇഷ്ടമല്ല. ഇത് ആക്ച്വലി അങ്ങനെയല്ല ഇരിക്കുന്നത്. ഇത് ആക്ച്വലി ഫുൾ ഈ ഫ്രണ്ടിലേക്ക് ഇങ്ങനെ ഇരിക്കുന്നതാണ്. ഇത് ഫുള്ള് ഫ്ലെക്സിബിളാട്ടോ, ഹെഡ് ഫ്ലെക്സിബിളാണ്. നമുക്ക് തെങ്ങടേക്ക് വേണമെങ്കിൽ ഫ്ലെക്സിബിൾ. അപ്പം ഞാൻ ഇതിൻ്റെ തലയൊക്കെ എത്തിച്ച് ബാക്കിലേക്ക് വരെത്തിച്ച് ഗൈസ്, ബാക്ക് ഫ്രണ്ടാക്കി. നമുക്ക് ഇതൊക്കെ ഇങ്ങനെ ഫ്ലെക്സിബിളാക്കി ഇരിക്കുകയൊക്കെ ചെയ്യാം. യോഗ ബാർബിയാണ്. നമ്മൾ ബാർബി യോഗയൊക്കെ ചെയ്യുന്നതുകൊണ്ടാണ് ബാർബി ഇതെങ്ങനെ ഇരിക്കുന്നത് കേട്ടോ. അതാ നമ്മുടെ ബാർബി ഇങ്ങനെയൊക്കെ ഇരിക്കും. ആ കാലിലൊക്കെ സ്ട്രെച്ച് ചെയ്ത് പിടിക്കാൻ വേണ്ടി നോക്കുന്നുണ്ട് നമ്മുടെ ബാർബി. അങ്ങനത്തെ രീതിയിലൊക്കെ ഞാൻ ഇങ്ങനെ കളക്ട് ചെയ്ത് വെച്ചിട്ട് ഇതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ടോയ്സാണ്. ഇത് മെയിനായിട്ട് എനിക്ക് ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് കൊള്ളാത്ത രീതിയിലൊക്കെ തോന്നും. പക്ഷേ ഇതാണ് എൻ്റെ ഫസ്റ്റ് ടോയ്. ഇതെൻ്റെ സെക്കൻഡ് ടോയ് ടെഡി ബിയറാണ് ഞാൻ ഇവിടെ വന്നിട്ടുള്ളത്. ഫസ്റ്റ് ടെഡി ബിയർ ഇവിടെ വന്നിട്ട് എനിക്ക് കിട്ടിയിട്ടുള്ളത് ഞാൻ നാട്ടിലേക്ക് പോയ പോക്കിൽ അങ്ങ് കൊണ്ടുപോയി. അത് ഞാൻ ഫസ്റ്റ് ടൈം ഇവിടെ 2 വീക്സിന് വേണ്ടി വന്നപ്പോഴാണ് ഞാൻ ആ ടെഡി ബിയർ വന്നിട്ടുണ്ട്. ഇതിൻ്റെ തന്നെ സെയിം റെഡ് കളർ, നടുക്കൊരു ഹാർട്ട് വെച്ചിട്ടുള്ളത്. അല്ല, നടുക്ക് ഹാർട്ടൊന്നും വെച്ചിട്ടുള്ളത്. ഇതിൻ്റെ നടുക്കൊരു ഹാർട്ട് ഉണ്ടായിരുന്നതാണ്. പക്ഷെ അത് പറഞ്ഞു പോയെന്ന് പറയത്തില്ല, ഞാൻ കൊടുത്ത് പറിച്ച് കളഞ്ഞെന്ന് വേണം പറയാൻ. അപ്പോൾ ഇതിൻ്റെ ഒരു കണ്ണൊക്കെ ഒന്ന് പറിച്ച് കളഞ്ഞ് ഞാനിതിട്ട് എറിഞ്ഞ് കളിക്കാൻ നിർത്തി. സാധനം താഴെ വീണ് ഇതിൻ്റെ കണ്ണ് രണ്ടും പൊട്ടിപ്പോയി. ഇത്ര തിരിച്ച് കയറ്റാൻ നോക്കിയിട്ടും പറ്റിയില്ല. പിന്നെ ഒട്ടിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് എവിടെയോ കൊണ്ട് വെച്ചതാണ്, കാണാണ്ട് പോയി. എന്ത് ചെയ്യാനാ. അങ്ങനെ തയ്യൊരു ടെഡി ബിയർ, പിന്നെ തയ്യൊരു ഹോഴ്സ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ വെച്ച് കുറേ നേരം കളിക്കാൻ നല്ല സുഖമായിട്ട് ഈ ഒരു ഹോഴ്സ് വെച്ചിട്ട്. പിന്നെ ഉള്ളതെന്ന് പറയണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ബാർബി വെച്ചിട്ടൊക്കെ കളിക്കുന്നതിനെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായി. പിന്നെ ഞാൻ നിങ്ങൾ ആരെയും പരിചയപ്പെടുത്താത്ത ഒരു കാര്യമുണ്ട്. ഇവൻ ഡോണറ്റ് തിന്നാൻ പറ്റില്ല കേട്ടോ. തിന്നാൻ പറ്റില്ല. അപ്പോൾ ഇത് വെച്ചിട്ട് ഞാൻ ഇങ്ങനെ ഇതിൻ്റെ പുറകിലൊരു വാലോട് കൊടുത്തിട്ടുണ്ട്. ഇത് തിന്നുന്ന രീതിയിലൊക്കെ ആക്ട് ചെയ്യും. പിന്നെ ഇത് വെച്ചിട്ട് ഇങ്ങനെ എറിഞ്ഞ് തട്ടി കളിക്കാനൊക്കെ നല്ല രസമാണ്. തട്ടിക്കളിക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഞാൻ വേറെ വലിയൊരു സ്ഥലത്തിലേക്ക് പോയി നല്ല രസമായിട്ട് നമുക്ക് ഈ സാധനം വെച്ചിട്ട് ഇങ്ങനെ തട്ടിക്കളിക്കാൻ വേണ്ടി പറ്റും. നല്ല സുഖമാണ്. ഇങ്ങനെ ഇതും കെട്ടിപ്പിടിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കാം. പിന്നെ ഇവനെ വെച്ചിട്ട് ഞാനിങ്ങനെ ഹായ് മറ്റേ ഗോഡ് ഫാദറിൽ ഇന്നസെൻ്റ് മറ്റേ അവസാന പാട്ടിൽ മറ്റേ ഇവൻ്റെ കൈയൊക്കെ വെച്ചിട്ട് കാണിക്കുന്ന ആ ഒരു സാധനമില്ല, ആ ഒരു രീതിയിലുള്ള ആ ഒരു ക്ഷേത്രമുണ്ടല്ലോ. അവിടുത്തെ കുടുംബ വക്കീൽ എന്ന് തോന്നിട്ട് ആ ഒരു വക്കീലല്ല, ആ വക്കീലിൻ്റെ മോനെ അത് ചെയ്യുന്ന ആ ഒരു ഇതില്ലേ, അതിൻ്റെ അകത്ത് വെച്ച് ഈ നാടുന്ന ആ ഒരു ഇതില്ലേ, അത് ഈ പാവനെ കാണുമ്പോൾ ഇങ്ങനെ വെച്ച് കളിച്ചുകൊണ്ടിരിക്കുന്നത് എനിക്കത് കൃത്യമായിട്ട് ഓർമ്മ വരും കേട്ടോ. പിന്നെ ഈ ക്യാറ്റസ് വെച്ചിട്ട് ഇങ്ങനെ കളിക്കണമെന്ന് ഞാൻ അവരോടും പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. ഡാൻസ് ചെയ്യും, പാട്ട് പാടും. ഇതിൻ്റെ അകത്ത് റെക്കോർഡ് വേണ്ടിയുണ്ട് കേട്ടോ. ബട്ടൺ ഞാൻ ഓണിയിട്ടെ ഹലോ നല്ല രസമാണ് ഇത് വെച്ച് കളിക്കാൻ. ഹലോ ഗായ്സ്, വെൽക്കം ടു ജൊഹാന വ്ളോഗ്സ്. അപ്പോൾ ഇത് വെച്ചിട്ട് കളിക്കാൻ നല്ല രസമുള്ള സാധനമാണ്. ഇനി ഞാൻ നിങ്ങൾക്ക് റെക്കോർഡിങ് എവിടെയാണെന്ന് പരിചയപ്പെടുത്തി തരാം. ഇവിടെ 2-3 ബട്ടൺസൊക്കെ ഉണ്ടാവും. ബട്ടൺ ഉണ്ടാവില്ല അവിടെ. നമ്മൾ മ്യൂസിക് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ 2 എണ്ണം കൊടുത്തിട്ടുണ്ട്. അത് പറഞ്ഞു പോയി. അതിൻ്റെ അകത്തുനിന്ന് എനിക്ക് അതിൻ്റെ ബട്ടൺ എവിടെയാണെന്ന് കൃത്യമായിട്ട് അറിയാം. അപ്പോൾ ഞാൻ കാണിച്ചു തരാം.
ഇങ്ങനെ ഞെക്കാൻ നേരത്ത് ഇങ്ങനെ രണ്ട് ക്ലിങ് ക്ലിങ് എന്നൊരു സൗണ്ട് വരും. അപ്പോൾ നമുക്ക് എന്താണ് പറയാനുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അകത്തോട്ട് ഇങ്ങനെ പറഞ്ഞു കൊടുത്തിട്ട് ഇതാ നമുക്ക് പറയുന്നത് വരെ നമ്മൾ അതിനകത്ത് പ്രസ് ചെയ്യുക. എന്നിട്ട് പറഞ്ഞു കഴിഞ്ഞെന്ന് പറയുമ്പോൾ ഇങ്ങനെ വിട്ടാൽ മതി. എന്നിട്ട് നമ്മൾ ആ സെയിം ബട്ടണിൽ തന്നെ നമ്മൾ ഒന്ന് പ്രസ് ചെയ്ത് നോക്കാം. സൗണ്ട് വരും. നമുക്ക് എന്താണ് പറയാനുള്ളത് അതിനകത്തോട്ട് ഇങ്ങനെ പറഞ്ഞു കൊടുത്തിട്ട് നമുക്ക് പറയുന്നത് വരെ നമ്മൾ അതിനകത്ത് പ്രസ് ചെയ്യും. പറഞ്ഞു കഴിഞ്ഞ് കണ്ടോ. അപ്പോൾ ഇതുപോലെ തന്നെ നമുക്ക് കുറേ റെക്കോർഡിങ്സ് ഒക്കെ ചെയ്യാനുള്ള ഇതുകൊണ്ട് അത് എല്ലാവർക്കും അറിയാം. പിന്നെ ഇതിനകത്ത് സോങ് ഒക്കെ കേൾക്കാൻ പറ്റും. നല്ല രസമുള്ള സാധനമായതുകൊണ്ട് തന്നെ ഞാനിതിൽ എവിടെയും കളയാറില്ല. ഇത് കളയാൻ എനിക്ക് താല്പര്യമില്ല എന്നിട്ടുണ്ടോ, അങ്ങനെ വേണം പറയാൻ. ഇനി അടുത്ത് ഞാൻ പാട്ട് കേൾക്കാൻ വേണ്ടി പോവുകയാണ്. സൗണ്ട് ഈ സാധനം കൈ കിട്ടിക്കഴിഞ്ഞാൽ ഈ സാധനം എൻ്റെ കൈ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഞാൻ ഈ ഡാൻസ് പാട്ട് വേറെ ലെവൽ സാധനമായിട്ട് പോകും. അങ്ങനെ ഞാൻ എൻ്റെ 6 കളക്ഷൻസ് അങ്ങനെ എൻ്റെ 6 കളക്ഷൻസ് ടെഡി ബിയേഴ്സ് ഇവിടെ ഇങ്ങനെ ഈ ഒരു വ്ളോഗ്സിലൂടെ അവസാനിക്കുകയാണ്. അപ്പോൾ ഞാൻ വീണ്ടും പുതിയ വീഡിയോകളുമായി വീണ്ടും തിരിച്ച് വരുന്നതായിരിക്കും. സോ താങ്ക് യു. പ്ലീസ് ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്. ബൈ ബൈ.